ഭർത്താവ് പെണ്ണുമായി കലഹിച്ച് അവസാനം ആ ബന്ധം ത്വലാഖിൽ കലാശിച്ചു. നല്ല പെണ്ണാണ്. ഇന്ന് നേരെ തിരിച്ച പെണ്ണുങ്ങളാണ് ഏറ്റവും വലിയ അടുക്കള നശിപ്പിക്കുന്നത്. ആണുങ്ങൾ ഗൾഫിലാണെങ്കിൽ ജ്യേഷ്ഠന്റെ മകളെ കല്യാണമുണ്ട്, കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട്, ജ്യേഷ്ഠൻ ഫോൺ ചെയ്യാ അനുജന്, എടാ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എന്നെ സഹായിക്കണം. അപ്പൊ പെണ്ണിന് ഇങ്ങോട്ട് വിളിക്കാ ഗൾഫിന്ന്. ആര്? മാപ്പിള. ഓക്കെ, കാക്ക വിളിച്ചിരുന്ന് അല്ലെങ്കിൽ മറ്റാള് വിളിച്ചിരുന്ന് ഇത്ര റുപ്യ വേണല്ലോ. ഓള് പറയാ നിങ്ങൾ അടങ്ങി നിന്നോളി, എന്തിനാ പതൊക്കെ കൊടുക്കാൻ നിൽക്കണം, അത്ര ഒന്നും ഇപ്പൊ കൊടുക്കണ്ട. അടുക്കളയിലുള്ള പെണ്ണ്, ഈ പെണ്ണിന് തലച്ചോറുണ്ടോ? ഈ പെണ്ണ് ഭർത്താവ് സ്വന്തം അയലത്തെ പെരിയിലോ കുടുംബത്തിലോ നാട്ടിലോ കല്യാണോ മറ്റ് പൈസന്റെ ആവശ്യമുണ്ടെങ്കിൽ ഗൾഫിലുള്ള നമ്മളെ ബാപ്പാക്കോ ഭർത്താവിനിക്കോ ആങ്ങളമാർക്കോ ആരെങ്കിലും വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലുള്ള പെണ്ണ് പറയണ എന്താണെന്നറിയോ? എത്ര ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്? ഞാൻ കൊടുക്കാപ്പ കരുതിയിട്ടുള്ളത് 5000 പോരാ, കടം വാങ്ങിയിട്ടെങ്കിലും ഒരു 10,000 കൊടുക്കും. നമ്മളെ പണം കൊണ്ട് ആ മക്കൾ അൽഹംദുലില്ലാ എന്ന് പറയട്ടെ, എന്നാ നമ്മളെ റബ്ബ് നമ്മളെ കഷ്ടപ്പെടുത്തൂല. അതാണ് ഒരു പെണ്ണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്താ? അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫാ, അല്ലാഹുമ്മ അഅതി മുംഫികൻ ഖലഫാ, കൊടുക്കണോനിക്ക് ഇരട്ടി പകരം കൊടുക്കണേ എന്ന് പറയുന്നത് മഹാനായ മുഖറബായ ജിബ്രീൽ അല്ലാഹുവിന്റെ മലക്കുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതല്ലേ ഒരു പെണ്ണ് പറയേണ്ടത്? നേരെ മറിച്ചുകൊണ്ട് ഈ പെണ്ണ് അത്ര ഒന്നും കൊടുക്കണ്ട, 5000 കൊടുക്കണം. ഇതിനാ 5000? നിങ്ങൾ മാത്രമേ ഉള്ളൂ, ജ്യേഷ്ഠന്മാര് വേറെ ആൾക്കാരില്ലേ, ഓലൊക്കെ കൊടുത്തോട്ടെ, നിങ്ങളിപ്പോ നിൽക്കാൻ അത്ര ഒന്നും കൊടുക്കണ്ട, കുറച്ച് നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പെണ്ണെ, നാളെ നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ ആങ്ങള അല്ലെങ്കിൽ നിന്റെ സഹോദരൻ നാളെ ഈ വീട്ടിൽ അവരെക്കാളും വലിയ നരക യാതന അനുഭവിക്കുന്നത് നീ കാണേണ്ടി വരും. ഈ പെണ്ണ് പാവം, ഈ ഭർത്താവും പാവാണ്. കൂലിപ്പണി എടുക്കുന്നൊരു ഭർത്താവിനെ എപ്പോ കിട്ടിയത്? അയാള് കൂലിപ്പണി എടുത്ത് വരും, വൈകുന്നേരം കുറച്ച് പൈസ എന്തെങ്കിലും കിട്ടും, അതുകൊണ്ട് 2 പേർക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങും, 2 കൂടി കഴിക്കും. കഴിഞ്ഞു, പൈസയും കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു. ഇനി നാളെ ജോലിക്ക് പോയിട്ട് കിട്ടിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനത്തെ ഒരു ഫക്കീറാണ് ഭർത്താവ്. പക്ഷേ പെണ്ണിന് സന്തോഷമുണ്ട്. എന്നാലും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഭർത്താവിനെ കിട്ടിയ ഈ പെണ്ണ്, ഈ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ വല്ലതും പണം കൊണ്ടുവന്നുകൊണ്ട് ഭക്ഷണം വാങ്ങും. ആ ഭക്ഷണം 2 പേരും കൂടി കഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ അതാ ഒരു ദിവസം 2 പേരും കൂടി ഭക്ഷണം കഴിക്കാൻ 2 പേരും കൂടി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം തങ്ങളെ മുമ്പിൽ അങ്ങോട്ട് വിളമ്പി വെക്കേണ്ട താമസം വാതിലൊരു മുട്ട് കേൾക്കുന്നു. വാതിലൊരു മുട്ട് കേട്ടപ്പോൾ ഈ ഭർത്താവത പറയുന്നു, ആരാണ് വാതിലിന് മുട്ടുന്നത്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ ഭർത്താവ് എഴുന്നേറ്റ് കൊണ്ട് വാതിൽ തുറന്ന് പുറത്ത് പോയി നോക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് പാത്രം കാട്ടി നിൽക്കുകയാ. വല്ലതും തരുമോ? ഞാൻ രോഗിയായത് കൊണ്ട് എനിക്ക് ഭക്ഷണത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്, എന്നെ സഹായിക്കാൻ ആളില്ല, ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണമില്ല, അതുകൊണ്ട് രോഗിയായി എനിക്ക് വല്ലതും തരുമോ? ഈ ഭർത്താവിന്റെ മനസ്സലിഞ്ഞു പഠിച്ചോനെ, ഈ സാധുവായ മനുഷ്യന് രോഗം കൊടുത്ത അതേ റബ്ബല്ലേ എനിക്ക് ആരോഗ്യവും തന്നത്, നാളെ പിറ്റേന്ന് ആരോഗ്യം ഞാനും ആയാലോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് 2 കഴിക്കാനുള്ള ഭക്ഷണത്തിൽ നിന്ന് ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇയാൾക്ക് കൊടുക്കുക, അയാൾ കഴിച്ച് അൽഹംദുലില്ലാ പറയട്ടെ, ഒരാൾക്കുള്ളത് ഞങ്ങൾ 2 കൂടി പകുതി കഴിച്ചോളാ. അല്ലാതിരുന്നാൽ നാളെ പിറ്റേന്ന് ഈ രോഗി എന്നെ റബ്ബ് ആക്കിയാലോ, ഇയാൾക്ക് ഭക്ഷണം കൊടുത്ത് ഇയാള് അൽഹംദുലില്ലാ പറഞ്ഞാൽ അള്ളാഹു ആ ഒരു വിഷമം എനിക്ക് തരൂലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഭർത്താവ് അകത്ത് പോയി ഭാര്യയോട് പറഞ്ഞു, ഭാര്യ, ആ പാവപ്പെട്ട മനുഷ്യനതാ പുറത്ത് വന്ന് നിൽക്കുന്നു, അയാള് ഭക്ഷണം കഴിച്ചിട്ടില്ല മോളെ, രോഗിയാണ്, ജോലിക്ക് പോകാൻ അയാൾക്ക് കഴിയില്ല, നാളെ ആരോഗ്യം എനിക്കുമാവാലോ എന്റെ റബ്ബ് തന്നാലോ, അതുകൊണ്ട് ആരോഗ്യ നാളെ ഞാൻ ആവാതിരിക്കാൻ ഇന്ന് നമ്മൾ അരഭക്ഷണം കഴിച്ചാൽ മതി, ഒരാൾക്കുള്ളത് ആ പാവപ്പെട്ട രോഗിക്ക് കൊടുക്ക ഭാര്യക്ക് സന്തോഷമായി സമാധാനം
സമാധാനമായി അന്ന് തലാക്ക് ചൊല്ലിയത് കൊടുത്തിട്ടായിരുന്നു കൊടുക്കാനാണല്ലോ ഭർത്താവ് പറയുന്നത്. ഉടൻ ഒരാൾക്ക് ഈ പെണ്ണിന് കഴിക്കാനുള്ള പാത്രമുണ്ടല്ലോ, ആ പാത്രം എടുത്തിട്ട് ഭാര്യ പുറത്ത് പോകുന്നു. പുറത്ത് പോയിട്ട് ആ വാതിലുണ്ടല്ലോ കവാടം അങ്ങ് തുറക്കടക്കാൻ വേണ്ടി അങ്ങ് നിന്നിട്ട് പുറത്ത് നിൽക്കുന്ന ഫക്കീറിനെ അങ്ങ് നോക്കിയിട്ട് ഈ പെണ്ണ് പെട്ടെന്നങ്ങ് പൊട്ടിക്കരയുന്നു. പൊട്ടി കരഞ്ഞുകൊണ്ട് പൊണ്ണ് ബോധം കെട്ട് വീഴുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ഫക്കീറും പൊട്ടി കരയാൻ തുടങ്ങി. ഭർത്താവ് ഓടി വന്ന് നോക്കുമ്പോ ഭാര്യ ബോധം കെട്ട് കിടക്കുന്നു. അപ്പുറത്തുള്ള ആളാണെങ്കിലോ നിലവിളിക്കുന്നു. എന്താ സംഭവം, ഒരു പിടിയും കിട്ടുന്നില്ല. ഉടൻ ഭാര്യയെ വിളിക്കുന്നു ഭർത്താവ്. വിളിച്ചുകൊണ്ട് മടിയിലേക്ക് കിടത്തിയിട്ട് ഭർത്താവ് ചോദിക്കുന്നു, പ്രശ്നം പറ, അയാൾ നിന്നെ വല്ലതും കാട്ടിയോ? ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല ഭർത്താവ്, ഞാൻ കരയാറുണ്ടായ കാരണം എന്താണെന്നറിയോ? എനിക്കൊരു മുതലാളിയായ ഭർത്താവ് മുമ്പുണ്ടായിരുന്നു, പണക്കാരനാ. പക്ഷേ അയൽവാസി അയാളെ സഹായിക്കൂല, കുടുംബക്കാർക്ക് ഒന്നും കൊടുക്കൂല, ഒരു സാധുവിനോ ഒന്നും കൊടുക്കാത്ത അരക്കനാണ്, പിഷ്കനാ. ഞാനൊരു സാധുവിനെ സഹായിച്ചതിന്റെ പേര് അയാൾ എന്നെ ത്വരാക്ക് ചൊല്ലി. ഇന്നിതാ രോഗം കൊണ്ട് വലഞ്ഞിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ, ഒരു നേരത്തെ വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടാതെ പാത്രമായി വന്ന് ഇറക്കുന്ന ആളെ കണ്ടോ? ഇയാള് അന്നത്തെ എന്റെ ഭർത്താവാണ്. ഭർത്താവ് ഇന്ന് ഇയാള് ഫഖീറാ. അയൽവാസിയോട് സ്നേഹമില്ലാത്ത മനുഷ്യരെ ചിന്തിച്ചോ, കുടുംബക്കാരോട് താല്പര്യമില്ലാത്തവരെ ചിന്തിച്ചോ, ഉള്ളത് പെട്ടിയിൽ പൊട്ടിവെച്ച് അയൽവാസിക്ക് കൊടുക്കാതെ വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പാത്തവൻ ചിന്തിച്ചോ. നമുക്ക് വേണ്ട മലക്കാട് തുറക്കും. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. കൊടുക്കാതെ അരക്കത്തരം കാട്ടുന്നവന്റെ നാശത്തിന് കൊടുക്കണേ അല്ലാഹ്. വഅലാ ആലി സയ്യിദനാ വ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നമ്മുടെ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ ഒരുമിച്ച് കൂടി ഇബാദത്തായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും ഒരു സൽക്കർമ്മമായി സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ റബ്ബേ, ഖൈറിന്റെ അഗ്രഹാര കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത പാവങ്ങളാണ് റബ്ബേ. പാവങ്ങളായി ഞങ്ങളെ സകലമാന ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. കിബറില്ലാത്ത, ഹസദില്ലാത്ത, റിയാ ഇല്ലാത്ത ഒരു നല്ല മനസ്സ് സാധുക്കളായി ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നല്ല സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെയൊക്കെ മനസ്സിലുണ്ട് റബ്ബാനെ. അല്ലാഹുവേ, ഞങ്ങളെ വിഷമങ്ങൾ തീർത്തു തരണേ റബ്ബേ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ അകറ്റണേ തമ്പുരാനെ. മുൻവശത്ത് വെച്ച് വളരെ സുന്ദരമായി ഒരു ഫോട്ടോ എടുത്തില്ല, വീഡിയോ എടുക്കുന്നത്. വേറെ എന്ത് ബുദ്ധിമുട്ടില്ല. ഞാൻ വെച്ചപ്പാ അവിടെ